Hi friends, welcome to our new video. So നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കുറച്ച് ബേസിക് കമാൻഡ്സ് എങ്ങനെ കമാൻഡ് ലൈൻ വഴി അല്ലെങ്കിൽ ആ ടെർമിനൽ വഴി എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള സംഭവം നമ്മൾ മുന്നേ നോക്കിയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വിൻഡോസിൽ മാത്രം നോക്കി. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ലിനക്സിൽ എങ്ങനെ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നേ കാണിച്ച പോലെ തന്നെ ലിനക്സിൽ ടെസ്റ്റ് കമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോൾഡറിനകത്താണ് നമ്മൾ ലിനക്സിൽ ഫയൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ കമാൻഡ്സ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, കുറച്ച് സ്റ്റെപ്സ് ഞാൻ എഴുതി വെച്ചായിരുന്നു. അപ്പോൾ ഈ സ്റ്റെപ്സിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ കമാൻഡ് റൺ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു ടെസ്റ്റ് DIR എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ലിനക്സിൽ എങ്ങനെ കമാൻഡ് നോക്കാം. ഞാൻ ഓൾറെഡി ഒരു ഇമേജ് ഷെയർ ചെയ്തായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ലിനക്സിലും സെയിം കമാൻഡാണ്, ഡയറക്ടറി അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കമാൻഡ്. അപ്പോൾ നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാണ്, mkdir. ഓക്കെ, എന്നിട്ട് നമ്മൾ പോയി ചെക്ക് ചെയ്യണം ആ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒരു ഫോൾഡർ പുതുതായിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് DIR എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചേഞ്ച് ദ ഫോൾഡർ ടു ടെസ്റ്റ് DIR, അതായത് ആ ഫോൾഡർ പാത്തിലോട്ട് മൂവ് ചെയ്യാൻ. അപ്പോൾ അതിന് സെയിം കമാൻഡ് ഉണ്ട്, CD ടെസ്റ്റ് ടാബ് അടിച്ചാൽ മതി. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഫിൽ ആയിക്കോളും, ടെസ്റ്റ് DIR. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ടെസ്റ്റ് DIR എന്നുള്ള ലൊക്കേഷനകത്തോട്ടെത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അടുത്തത് ക്രിയേറ്റ് എ ഫയൽ കോൾഡ് file1. ഓക്കെ, അപ്പോൾ നമ്മളൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ആ ഫോൾഡറിനകത്ത്. ഫയൽ ക്രിയേഷൻ്റെ കമാൻഡ് ലിനക്സിനകത്ത് എങ്ങനെയാണ്, നമുക്ക് ക്യാറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പല കമാൻഡും യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ക്യാറ്റ് കമാൻഡ് ചെയ്തിട്ടാണ് ഫയൽ ക്രിയേഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് ഇത് എങ്ങനെയാണ്, ക്യാറ്റ് ആരോ നമ്മുടെ ഫയൽ നെയിം ടെസ്റ്റ് file1.txt, ഇത് ഫയൽ നെയിമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ഫയലിൽ കണ്ടൻറ്റ് റൈറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ ദിസ് ഈസ് സാമ്പിൾ കണ്ടൻറ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് ഇത് കൊടുത്തതിന് ശേഷം Ctrl+D അടിച്ച് ആ ഫയൽ സേവ് ആവും. Ctrl+D. ഓക്കെ, അപ്പോൾ നമുക്ക് പോയി വെരിഫൈ ചെയ്യാം. അതിനകത്ത് അതിലൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമ്മൾ കൊടുത്ത കണ്ടൻറ്റ് ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കമാൻഡ് ടെസ്റ്റ് ചെയ്തു. അടുത്ത് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റ് കണ്ടൻറ്റ്സ്. അത് നമുക്കറിയാം LS കമാൻഡാണ് ലിനക്സിനകത്ത്. മറ്റേതിൽ DIR ആയിരുന്നു വിൻഡോസിൽ. ലിനക്സിനകത്ത് LS കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുള്ള എല്ലാ കണ്ടൻറ്റും, ഈ ഡയറക്ടറിക്കകത്തുള്ള എല്ലാ കണ്ടൻറ്റും ലിസ്റ്റ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഫയൽ മാത്രമേ ഉള്ളതുകൊണ്ട് അത് ലിസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് റീനെയിം ദ ഫയൽ ടു ടെസ്റ്റ് file1, ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റീനെയിമിനുള്ള കമാൻഡ് എന്താണെന്ന് നോക്കുന്നു. MV ഫയൽ നെയിം ന്യൂ ഫയൽ നെയിം, അങ്ങനെയാണ് ലിനക്സിൽ. അപ്പോൾ നമ്മളത് റീനെയിം ചെയ്യാൻ പോകും, MV ടെസ്റ്റ് file1. നമ്മൾ എന്നിട്ട് പുതിയ ഏത് ഫയൽ നെയിമാണോ അതിലോട്ട് മാറ്റുക. അപ്പോൾ ഞാൻ ഓൾറെഡി ടെസ്റ്റ് file1 എന്നുള്ള പേരിലാണ് ക്രിയേറ്റ് ചെയ്തതല്ലേ. അപ്പോൾ ഞാൻ ടെസ്റ്റ് file1 ന്യൂ എന്ന് കൊടുക്കാം, ടെസ്റ്റ് file1 ന്യൂ. txt. ഓക്കെ, അപ്പോൾ എക്സ്റ്റൻഷൻ കൊടുത്തപ്പോൾ അത് വർക്ക് ആയില്ലേ. അപ്പോൾ ഞാൻ റീഫ്രഷ് ചെയ്യാണ്. അപ്പോൾ ഫയൽ നെയിം റീനെയിം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്തു. അടുത്ത് ചെയ്യാൻ പോകുന്നത് ഡിലീറ്റ്, ആ ഫയൽ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡാണ്. അപ്പോൾ ലിനക്സിനകത്ത് RM സ്പേസ് ഫയൽ നെയിം, അതാണ് സിൻറ്റാക്സ്. RM നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ നെയിം. അപ്പോൾ പോയി നോക്കാം, റിഫ്രഷ്, ആ ഫയൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്തു. അടുത്തത് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക, file2copy1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഫയൽ റൈറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഓൾറെഡി മുന്നേ കണ്ടിരുന്നു, ക്യാറ്റ് കമാൻഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ആ സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്.
cat പുതിയ ഫയൽ നെയിം ഫയൽ ടു കോപ്പി 1 കോപ്പി ചെയ്ത് മാറിപ്പോയി, ഒന്നുകൂടെ കോപ്പി ചെയ്യാം. ഫയൽ ടു കോപ്പി 1.txt എൻ്റർ അടിച്ചിട്ട് നമുക്ക് വേണ്ട കണ്ടന്റ് കൊടുക്കാം. ടെസ്റ്റ് then Ctrl+D അടിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിഫ്രഷ് ചെയ്തു. ഫയൽ ടു കോപ്പി 1 എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട്. അതിനകത്ത് സാമ്പിൾ ദിസ് ഇസ് ഫോർ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത് നമ്മളൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോയിട്ടാണ് dir2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ കമാൻഡ് എങ്ങനെയാണ്? mkdir ആണ് ലിനക്സിൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി മുന്നേ യൂസ് ചെയ്തിട്ടുള്ള കമാൻഡാണ് mkdir. പുതിയ ഫയൽ നെയിം dir2. ഓക്കെ, ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഫയൽ ഈ ഫോൾഡറിലോട്ട് കോപ്പി ചെയ്യാനുള്ള പ്രോസസ്സാണ് അടുത്ത ട്രൈ ചെയ്യുന്നത്, അടുത്ത കമാൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഫയൽ കോപ്പി ചെയ്യാനുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. റീനെയിം ദ ഫോൾഡർ ടു ടെസ്റ്റ് dir2. അതിന് മുന്നേ ഫോൾഡർ റീനെയിം ചെയ്യാനുള്ള കമാൻഡും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ റീനെയിം ചെയ്യാനുള്ള കമാൻഡ് mv dir name new dir name. ഓക്കെ, അപ്പോൾ mv dir2 ആണ് ഇപ്പോഴത്തെ പുതിയ ഫോൾഡർ. അതിന് നമ്മൾ റീനെയിം ചെയ്യണം. അപ്പോൾ ഈ ഒരു നെയിമിലോട്ട് റീനെയിം ചെയ്യാം, ടെസ്റ്റ് dir2. ഓക്കെ, ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അതെ, ടെസ്റ്റ് dir2 എന്ന് പറഞ്ഞിട്ട് റീനെയിം ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് dir2 ഡിലീറ്റ് ചെയ്യാനുള്ളൊരു കമാൻഡ് കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിനക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് rm എന്നുള്ള കമാൻഡാണ്. അപ്പോൾ അത് ട്രൈ ചെയ്യാം. rm ടെസ്റ്റ് dir2. സോറി, rm എന്നല്ല, rm ഫയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് rmdir എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ rmdir ഇവിടെ ഫോൾഡർ നെയിം കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ ഫയൽ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് ഫോൾഡർ ന്യൂ dir എന്നൊരു പുതിയ ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്യുക. അത് സെയിം കമാൻഡ് mkdir new dir. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഈ ഫയലിനെ അതിലോട്ട് കോപ്പി ചെയ്യാനുള്ള കമാൻഡ്. അപ്പോൾ കോപ്പി ചെയ്യാനുള്ള കമാൻഡ് ലിനക്സിനകത്ത് cp ഫയൽ നെയിം dir നെയിം. ഓക്കെ, അപ്പോൾ നമ്മൾ cp നമ്മളിതിനകത്ത് വയ്ക്കുന്ന ഈ ഫയലാണ് ഫയൽ ടു കോപ്പി 1. ഫയൽ ടു കോപ്പി 1 ഫയൽ നെയിം cp ഫയൽ നെയിം കൊടുത്തു. ഇനി അടുത്ത നമ്മൾ പുതിയ ഫോൾഡർ നെയിം dir. നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. ഓക്കെ, കോപ്പി ഫയൽ ടു കോപ്പി 1.txt. ഇപ്പോൾ അതെ, നമ്മളെ ഫയൽ ഈ ഒരു ഫോൾഡറിലോട്ട് കോപ്പി ചെയ്യും. ഇനി നമ്മൾ മൂവ് ചെയ്യാനുള്ള കമാൻഡും കൂടെ ട്രൈ ചെയ്യണം. ഞാനിത് ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഈ ഒരു ഫയലിൽ നമ്മൾ മൂവ് ചെയ്യിക്കാനുള്ള കമാൻഡ് ഏതായിരുന്നു? mv ഫയൽ നെയിം dir നെയിം. ഓക്കെ, അപ്പോൾ mv നമ്മൾ ഫയൽ നെയിം വിത്ത് എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ് ന്യൂ dir. അപ്പോൾ ഇതാണ് മൂവ് ചെയ്യാനുള്ള കമാൻഡ്. ഓക്കെ, നമ്മൾ പോയി വെരിഫൈ ചെയ്യാണ്. ഈ ഫയൽ ഇവിടെ ഉണ്ടായിരുന്ന ഫയൽ പുതിയ ഫോൾഡറിനകത്തോട്ട് മൂവായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുവിധം ഇന്ന് ഉദ്ദേശിച്ച എല്ലാ കമാൻഡ്സും കവറായിട്ടുണ്ട്. ബേസിക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ലിനക്സിൽ നമ്മൾ ഈ മുന്നേ ഡിസ്കസ് ചെയ്ത കമാൻഡ്സൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കി, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ കമാൻഡ് ലൈൻ വഴി കമാൻഡ്സൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു. ഇതുപോലെ കുറേ കമാൻഡ്സ് ഇനിയുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ബേസിക് കമാൻഡ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ബേസിക് സംഭവങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ. താങ്ക് യു.